السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, ഇസ്ലാമിക ചരിത്രത്തിൽ എക്കാലവും സ്മരിക്കപ്പെടുന്ന ബദറിലെ ചില ഭാഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. ബദർ കേവലം ഒരു യുദ്ധം മാത്രമായിരുന്നില്ല. അതിന്റെ മുമ്പും ശേഷവും ഒരുപാട് ത്യാഗത്തിന്റെ അവിസ്മരണീയമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആയിരക്കണക്കായിരിക്കുന്ന ശത്രുവ്യൂഹത്തിന്റെ ശത്രുകൂടങ്ങളെ ഭേദിച്ച് ഈമാനിക വിഷയത്തിന്റെയും സൂര്യകിരണങ്ങൾ ആവാഹിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ സ്വഹാബത്തും ബദറിൽ വിജയം കൈവരിച്ചു. ശത്രുപ്രമുഖരിൽ പലരും തലയച്ചു വീണു. ശേഷിച്ചവർ തങ്ങളുടെ ജീവനും കൊണ്ടോടി. പേടിച്ചോടി മക്കയിലെത്തിയ ആദ്യ മനുഷ്യന്റെ വിലാപം മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഇങ്ങനെ വിവരിക്കുന്നു. പുകിന്തവരെല്ലാരിൽ മുൾഫറ്റവൻ താൻ ഒട്ടിക്കരഞ്ഞിട്ടതേ പകോളിന്താ. പുകിന്തവരെല്ലാരിൽ മുൾഫറ്റവൻ താൻ ഒട്ടിക്കരഞ്ഞിട്ടതേ പകോളിന്താ. നിങ്ങൾ വാർത്ത കേൾപ്പിനില്ല അഹ്ലമക്ക. ഇറങ്ങി വരാലും തിരിക്കിൽ ഹലാക്ക. പക കേട്ടു നാഗെ തൊല്ലമറിഞ്ഞ് ബന്ധജനങ്ങൾ അവരെ പൊതിഞ്ഞ് സകലോരും ചോടുന്ന വാർത്തതുമൗഹാൻ ജാതി മുസായിറയുൽ തൻജുസ്. മക്കക്കാരുടെ മുന്നിലെത്തിയ പേടിച്ചോട്ടക്കാരനായ പുരുഷൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ്, പൊട്ടിക്കരഞ്ഞിട്ടതിൽ ഫാൽമോളിന്താൻ. അതെ, അവർ പറയുകയാണ്, ഇകൽ വാർത്ത കേൾഫീരെ യാ അഹ്ലമക്ക. മക്കക്കാരെ, നിങ്ങളുടെ മുമ്പിലെത്തിയ ഈ വാർത്ത നമുക്ക് ഭയാനകമായ ആപത്ത് വരികയെന്നുണ്ട്. വാർത്ത കേട്ടതും മക്കയിൽ അട്ടഹാസങ്ങളും നിലവിളികളും അലയടിക്കാൻ തുടങ്ങി. മക്കയിലെ സ്ത്രീകൾ തങ്ങളുടെ തലയിൽ മണ്ണ് വാരിയിട്ട് അലമുറയിട്ട് കരയാൻ തുടങ്ങി. അട്ടഹാസങ്ങളുടെയും പൊട്ടിക്കരച്ചിലിന്റെയും ശബ്ദം കൊണ്ട് മക്ക നഗരം പ്രകമ്പനം കൊണ്ടു. ഈ സമയത്ത് യുദ്ധത്തിന് പോവാതിരുന്ന അബൂലഹബ് താൻ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തന്റെ വീടിന്റെ പുറത്ത് ഇറങ്ങിക്കൊണ്ട് തന്റെ സഹോദരന്റെ പുത്രനായ അബൂ സുഫിയാൻ ബിൻ ഹാരിസിനോട് യുദ്ധവിവരങ്ങൾ ചോദിച്ചറിയുകയാണ്. പയക്കം അമ്മി കേൾപ്പിൻ അഹ്ലുഹാക്കൻ ഞങ്ങൾ പട തുടങ്ങി കലർന്നൊരു സാരത്തിൽ ഇടയിൽ പറവാൻ മുഹമ്മദിൻ അരികോകളിൽ. പയക്കം അമ്മി കേൾപ്പിൻ അഹ്ലുഹാക്കൻ ഞങ്ങൾ പട തുടങ്ങി കലർന്നൊരു സാരത്തിൽ ഇടയിൽ പറവാൻ മുഹമ്മദിൻ അരികോകളിൽ. പ്രിയപ്പെട്ട സഹോദര, ഞങ്ങൾ ഒരു മണിക്കൂറുകളോളം ധീരമായി പോരാടി. അപ്പോഴാണ് അത് സംഭവിച്ചത്. എന്താണത്? അബൂലഹബ് ചോദിച്ചു. വരൂ കൂട്ടർന അവരെ ഉടച്ചമയും വെള്ളം പരികൾ എങ്ങും പുരം അവരെ ഉടച്ചമയും വെള്ളം പരികൾ എന്തോ പുരം നടന്നോരായോ. അതെ, അയാൾ പറയുകയാണ്. അപ്പോഴേക്കും ആകാശത്തു നിന്ന് ഒരു കൂട്ടർ ഇറങ്ങി വന്നു. വെള്ള വസ്ത്രധാരികൾ, ആയുധധാരികൾ. അവർ വെളുപ്പും കറുപ്പും പുള്ളികളുള്ള കുതിരപ്പുറത്ത്. അവർ കാരണമാണ് നമ്മൾ പരാജയപ്പെട്ടത്. ഇത് കേട്ട അബൂ റാഫി തങ്ങൾ അറിയാതെ പറഞ്ഞു പോവുകയാണ്, നിശ്ചയം അത് അല്ലാഹുവിന്റെ മലക്കുകൾ തന്നെ. ഇത് കേട്ട അബൂലഹബ് തിരിഞ്ഞു നോക്കി. ആരാണത്? അബൂ റാഫി തങ്ങൾ. അബ്ബാസിന്റെ സേവകനായ അബൂ റാഫി ആയിരുന്നു അത്.
ദുഷ്ടനായ അബൂ ലഹബിന് അബൂ റാഫി തങ്ങളെ ഇഷ്ടമായിരുന്നില്ല. അബൂ റാഫി തങ്ങളുടെ അഭിപ്രായം ഇഷ്ടമായില്ല. അബൂ ലഹബ് ഒറ്റയടിക്ക് അബൂ റാഫി തങ്ങളെ നിലത്തിട്ടു. എന്നിട്ട് അബൂ ലഹബിന്റെ നെഞ്ചിൽ കയറിയിരുന്നു കൊണ്ട് പൊട്ടിക്കരയാൻ തുടങ്ങി. തന്റെ ഭർത്താവിന്റെ സേവകനെ അബൂ ലഹബ് മർദ്ദിക്കുന്നത് ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. അവർ ഉടൻ തന്നെ പെഞ്ചി കെട്ടാൻ ഉപയോഗിക്കുന്ന വലിയ തൂണെടുത്തുകൊണ്ട് അബൂ ലഹബിന്റെ തലയിൽ ആഞ്ഞടിച്ചു. കൺമനക്കുള്ളിയുമോതുണ്ട് കനിയാൽ ചെണ്ടയെടുത്തിട്ടാലേ കണ്ടിടയും ഉമ്മുൽ ഫദ്ലിന്റെ അടിയേറ്റ് ശിരസ് പൊട്ടിയ അബൂ ലഹബിന്റെ വ്രണം പഴുക്കുകയും ദുർഗന്ധം ഞമ്മിക്കുകയും അത് കാരണമായി അവർ മരണപ്പെടുകയും ചെയ്യുന്നു. ബദറിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും ബദർ കാരണം തന്നെയാണ് അബൂ ലഹബിന്റെ അന്ത്യം. ഈ സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ സ്വഹാബത്തുകളും മദീനയിൽ ബദറിൽ വിജയശ്രീതരായി. അങ്ങനെ അവർ മദീനയിലേക്ക് വരികയായിരുന്നു. മദീന അവരെ വളരെ സന്തോഷത്തോടെ വരവേറ്റു. അങ്ങനെ യുദ്ധത്തിന് ശേഷം നബി തങ്ങളുടെ പിതൃവനായ അബ്ബാസ് അടക്കം 70ഓളം തടവുകാരെ കിട്ടിയ സ്വഹാബികൾ ആ തടവുകാരെയും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് ചെന്നുകൊണ്ട് നബിയെ, ഇവരുടെ കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണം നബിയെ? അപ്പോൾ നബി തങ്ങൾ ആ വിഷയം സ്വഹാബത്തിന്റെ ചർച്ചയ്ക്കിടുന്നു. അങ്ങനെ സ്വഹാബികൾ അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങി. തടവുകാരിൽ നിന്നും മോചനദ്രവ്യം വാങ്ങി അവരെല്ലാം വിട്ടയക്കണമെന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അഭിപ്രായം. എന്നാൽ ഉമർ തങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയായിരുന്നു. അരുതുണ്ടും നബിയെ, അവരെല്ലാം ദീനിന്റെ ശത്രുക്കളാണ് നബിയെ. അതുകൊണ്ട് അവരെ ആരെയും വെറുതെ വിടരുത് നബിയെ. ഉമർ തങ്ങൾ ശക്തമായി വാദിച്ചു. എന്നാൽ ഇബ്നു റബാഹ തങ്ങളുടെ അഭിപ്രായം വളരെ രസകരമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഒരു കുന്നുപോലെ വിറകുകളെല്ലാം കൂട്ടിയിട്ട് അവരെല്ലാം അതിലിട്ട് കത്തിച്ച് ചാമ്പലാക്കാം എന്നായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളുടെയും സിദ്ദീഖ് തങ്ങളുടെയും ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ പല വിഭാഗങ്ങളായി വിഭജിച്ചു. അതിൽ ചിലരുടെ മനസ്സിനെ പട്ടുപോലെ മൃദുലമുള്ളതാക്കി. ഉദാഹരണം സിദ്ദീഖ് തങ്ങൾ. മറ്റു ചിലരുടെ മനസ്സിനെ കല്ല് പോലെ കാഠിന്യമുള്ളതാക്കി. ഉദാഹരണം ഉമർ തങ്ങൾ. ഉമർ നൂഹിനെ പോലെയാണ്. എന്നാൽ സിദ്ദീഖ് ആവട്ടെ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ പോലെയുമാണ്. ഉലകരമയമാ തേടി പൊറുത്തു കൊടുത്തവർക്കെല്ലാം
സഹായം സ്വീകരിച്ച് കാരുണ്യവാനായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുക്കളിൽ നിന്നും മോചനദ്രവ്യം വസൂലാക്കി അവരെ വിട്ടയച്ചു. പൈസ ഇല്ലാത്തവരെല്ലാം നബി തങ്ങൾ വെറുതെ വിട്ടു. അതെ, കാരുണ്യത്തിന്റെ മഹാസാഗരം. പ്രിയമുള്ളവരെ, നബി തങ്ങളുടെ മൂജിസത്തും അവിടുത്തെ കാരുണ്യവും കണ്ടുകൊണ്ട് എല്ലാ തടവുകാരും ഇസ്ലാം പുലുക്കുകയാണ്. അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെയും അവിടുത്തെ സ്വഹാബത്തിന്റെ കൂടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.